ഒത്തിരി വിഷമത്തിലൂടെയും സങ്കടങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. നാളെ എന്താണെന്നറിയാതെ ജീവിക്കുന്നവർ. അതിനെപ്പറ്റി എന്തെങ്കിലും ചീത്തയായിട്ട് ഓർക്കോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുമോ അങ്ങനെയൊക്കെ ഓർത്തിട്ട് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമായിരുന്നേ. ഇവളാരെ എനിക്കിത് പറഞ്ഞു തരാൻ അങ്ങനെയൊക്കെ ഓർക്കുമെന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുമായിരുന്നേ. ഒരാളെ നമ്മൾ സ്നേഹിക്കുമെന്നോർത്തോ, നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ഒരാളെ സ്നേഹിക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യുമല്ലോ. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും, അവരോട് ഒത്തിരി നേരം നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കും. ഈശോയെ പറ്റി അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സ്നേഹത്തെ പറ്റിയൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ പബ്ലിക്കായി പറഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിലുണ്ടായ ഒരു വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വിചാരിക്കട്ടെ. എൻ്റെ പേര് സ്നേഹ, എൻ്റെ വീട് വയനാട്. ഞാൻ ACCക്ക് പഠിക്കുന്നു. മാനന്തവാടി രൂപതയിലെ തെനേരി ഇടവാംഗമാണ്. വിശുദ്ധ കുർബാനയിലേക്ക് വളരാൻ വേണ്ടി, അല്ലെങ്കിൽ ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബങ്ങൾ വഹിക്കുന്ന പങ്ക് ഒത്തിരി വലുതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനിങ്ങനെ വേദോടം പഠിപ്പിക്കുന്നുണ്ട്, പള്ളിയിൽ 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ ആകെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം 1.5 മണിക്കൂറേ വേദോടം ഉള്ളൂ. അപ്പോൾ 1.5 മണിക്കൂർ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന അറിവിനും ഒക്കെ പരിധി ഉണ്ടല്ലോ. അപ്പോൾ കുടുംബം സഭയുടെ ചെറിയ പതിപ്പാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾക്ക് ഇങ്ങനെ ചെറുപ്പത്തിലെ കിട്ടിക്കൊണ്ട് വരുന്ന അറിവും മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടുന്ന അനുഭവങ്ങളും വലുതാവുമ്പോൾ അവരെ ഒത്തിരി വലിയ രീതിയിൽ ആ അനുഭവങ്ങൾ അവരെ സ്വാധീനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട്ടിലെ കാര്യം പറയുവാണെങ്കിൽ, എൻ്റെ പപ്പയും അമ്മയും കുഞ്ഞിലെ തൊട്ട് ഞാനിങ്ങനെ കാണുന്ന, എൻ്റെ വീടിൻ്റെ അടുത്താണ് പള്ളി. അപ്പോൾ എൻ്റെ പപ്പയും അമ്മയും എന്നും ഞങ്ങളെ എണീപ്പിച്ച്, ഞങ്ങൾ 3 പേരുണ്ട് വീട്ടിൽ, 3 മക്കളാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരെ എണീപ്പിച്ച് ഞങ്ങളെല്ലാവരും രാവിലെ പിള്ളേരെയൊക്കെ ഒരുക്കി, ഞാനാ മൂത്തയാൾ, അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും അവരെ ഒരുക്കാനൊക്കെ കൂടി ഞങ്ങൾ പിള്ളേരെയൊക്കെ ഒരുക്കി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പള്ളിയിൽ പോകുന്നതും വീട്ടിൽ സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥന എഴുതുന്നതും അതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇന്നും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ ഒരു ഓർമ്മയും വീട്ടിൽ നിന്ന് ലഭിച്ച ആ ഒരു അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ഈശോയിലേക്ക് ഇത്ര അടുത്തിരിക്കാൻ വേണ്ടിയിട്ടും ഈശോയായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ഞാനിങ്ങനെ ഓർക്കുക. എനിക്ക് ഇത് കാണുന്ന ആൾക്കാരോട്, പ്രത്യേകിച്ച് യുവജനങ്ങളോട് വിശുദ്ധ കുർബാനയെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്നേഹത്തിൻ്റെ കൂദാശയാണല്ലോ. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം, ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ വിശുദ്ധ കുർബാന. ഓരോ ദിവസവും ഓരോ ആൾത്താരകളിലും തമ്പുരാൻ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി, തമ്പുരാൻ നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ മുറിയപ്പെടുക. ഒരു ദിവ്യബലി പോലും മുടക്കാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമെന്നും, ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി, ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമാണ് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി. അപ്പോൾ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയിൽ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒക്കെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർന്നു വരണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി വിഷമത്തിലൂടെയും സങ്കടങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. നാളെ എന്താണെന്നറിയാതെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, എവിടെയോ കേട്ടതോ വായിച്ചതായിട്ടൊരു കാര്യം ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരിക. അൽത്താരയിലിരിക്കുന്ന കുഞ്ഞപ്പത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുകയും ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മളിങ്ങനെ അനുദിനം ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, സർവശക്തനായ തമ്പുരാൻ നമ്മുടെ കൂട്ടാണെങ്കിൽ ഈശോയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ടോ ഈശോയ്ക്ക് ഇടപെടാൻ കഴിയാത്തതായിട്ടോ ഒരു കാര്യമില്ല. ഈ ലോകത്തിലെ ഒരു കാര്യവും അങ്ങനെയുള്ളൊരു കാര്യമല്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലിരിക്കുന്നവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ സർവശക്തനായ തമ്പുരാൻ നമ്മുടെ കൂട്ടാണെങ്കിൽ വേറെ ആരെയും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നാളെക്കുറിച്ചുള്ള ടെൻഷനോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളോ ഒന്നും നമ്മളെ അലട്ടുന്നൊരു കാര്യമില്ല. ഈശോയെ പറ്റി അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സ്നേഹത്തെ പറ്റിയൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ പബ്ലിക്കായി പറഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിലുണ്ടായ ഒരു വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ എനിക്കിങ്ങനെ ആരോടും പറയാൻ പോകുമ്പോഴത്തേന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഈശോയെ പറ്റി, ഈശോയുടെ സ്നേഹത്തെ പറ്റിയൊക്കെ. പക്ഷെ ഞാൻ പറയുമ്പോഴത്തേന് അവരെന്തോർക്കും, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ എന്നെപ്പറ്റി എന്തെങ്കിലും ചീത്തയായിട്ട് ഓർക്കോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുമോ അങ്ങനെയൊക്കെ ഓർത്തിട്ട് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമായിരുന്നേ. പിന്നെ അവർ ഓർക്കും, അവരിങ്ങനെ ഓർക്കുന്നു, ഞാൻ ഓർക്കും ഇങ്ങനെ ഇവളാരെ എനിക്കിത് പറഞ്ഞു തരാൻ അങ്ങനെയൊക്കെ ഓർക്കുന്നു ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുമായിരുന്നേ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഒത്തിരി പേരിലേക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഈശോയുടെ സ്നേഹത്തെ പറ്റിയൊക്കെ പറയാൻ വേണ്ടി, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണമായിട്ട് ഈശോ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ഞാൻ ഓർക്കുന്ന എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും, ഞാനിപ്പോൾ ട്രെയിനിൽ പോവുകയാണെങ്കിലും ബസ്സിൽ പോവുകയാണെങ്കിലും ഇപ്പോൾ എനിക്കങ്ങനെ മടിയൊന്നുമില്ല. ഞാനൊരു കൊന്തയൊക്കെ എടുത്ത് പിടിച്ച് ഒരു കൊന്ത എല്ലാം എനിക്ക് മടിയില്ല. ഇനിയിപ്പോൾ ഈശോയുടെ സ്നേഹത്തെപ്പറ്റി, ഈശോയെപ്പറ്റി ഒന്ന് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഇപ്പോൾ എനിക്ക് അങ്ങനെ മടിയൊന്നുമില്ല. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി, സ്നേഹത്തിലായിരിക്കാൻ വേണ്ടി, ഈശോയുടെ ഒരു സ്നേഹബന്ധത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു 2 കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടി ആഗ്രഹിക്കുവാണേ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോയുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക. അതിനെ ഓരോ ദിവസവും സ്ട്രോങ് ആക്കി ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണേ.
ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് കൂട്ടായിട്ട് ആയിരിക്കാൻ വേണ്ടി ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ള കാര്യം എനിക്കിങ്ങനെ മനസ്സിലായത്. അതുവരെ ആകാശങ്ങളിരിക്കുന്ന നമ്പുരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, അങ്ങനെ ഈശോ അത്രയും ദൂരത്തായിരുന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷേ ഈശോ കൂട്ടിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈശോയായിട്ട് എനിക്കൊരു കൂടുതൽ സ്നേഹത്തിലും ആഴമായൊരു ബന്ധത്തിലൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടി, ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വളർന്നു വന്നേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളെ നമ്മൾ സ്നേഹിക്കുവാന്ന് ഓർത്തു, നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ഒരാളെ സ്നേഹിക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യുമല്ലോ. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും, അവരോട് ഒത്തിരി നേരം നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കും. അതുപോലെ തന്നെ ഈശോയോട് നമ്മളൊരു നല്ലൊരു സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ, ഈശോയായിട്ട് നമ്മൾ ഭയങ്കര കൂട്ടായിരിക്കും. ഈശോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ. അപ്പോൾ ഈശോയോട് എപ്പോഴും സംസാരിക്കാൻ വേണ്ടിയും തമ്പുരാൻ്റെ ബലിയിൽ ഒത്തിരി ഒരുക്കത്തോടെ, ഇപ്പം നാളെ ഒരു കുർബാനയിൽ സംബന്ധിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി ഇന്ന് തന്നെ, അല്ലെ തലേദിവസം വൈകുന്നേരം തന്നെ ഒരുങ്ങി കൊതിയോടെ, ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ, ഭക്തിയോടെ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ഒരുങ്ങി ആ ബലിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തയ്യാറാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നെ ഹെൽപ്പ് ചെയ്തത് മരിയ ഭക്തിയാണ്, മാതാവിനോടുള്ള ഭക്തി. എൻ്റെ ഇടവക ദേവാലയം പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ നാമധേയത്തിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിലേ തന്നെ മാതാവിനോടുള്ള ഭക്തി എൻ്റെ ഇടവക ജനങ്ങളിലും എൻ്റെ ഇടവകളിൽ മാറി മാറി വന്നുകൊണ്ടിരുന്ന വികാരി അച്ഛന്മാരിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി മാതാവിനോടുള്ള ഭക്തിയും സ്നേഹമൊക്കെയാണ്. ഞങ്ങളുടെ ഇടവകയിൽ പോർച്ചുഗലിൽ നിന്ന് ഫാത്തിമയിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ട്. ആ രൂപമൊക്കെ പ്രതിഷ്ഠിക്കുമ്പോഴത്തേനും വലിയ ആഘോഷത്തോടെ, മാതാവിനോടുള്ള സ്നേഹം കൊണ്ട്, ബഹുമാനം കൊണ്ട് ഒത്തിരി ആഘോഷത്തോടെ ആനയുടെ അകമ്പടിയോടെയാണ് മാതാവിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിലെ ഓർമ്മകളിൽ ഈ ഓർമ്മകളൊക്കെയാണ് ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, അത് തന്നെയായിരിക്കും ഒരു കാരണം. ഞാൻ അറിയാതെ തന്നെ എൻ്റെ കുഞ്ഞിലെ തൊട്ടേ മാതാവ് എന്നെ ഇങ്ങനെ കൈക്ക് പിടിച്ച് ഈശോയിലേക്ക് പയ്യെ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു.